ആ നരകം ആസ്വദിച്ചോ എന്ന് പറഞ്ഞ് റൂഹ് മലക്കുകൾ വലിച്ചെടുക്കുകയാണ്. ആ ദുർഗന്ധമുള്ള റൂഹ് പുറത്തേക്ക് വന്നാൽ അതിനെ മലക്കുൽ മൗത്ത് വന്ന സംഘവും കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ സകല മലക്കുകളും ശപിക്കുകയാണ്, സകല മലക്കുകളും മൂക്കുമെത്തുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നവർ പറയുകയാണ്. അല്ലാഹു തആല ഉപരിലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകളോട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഉക്തുബ് കിതാബുൻ ഫീ സിജീൽ, അവന്റെ പേര് നിങ്ങൾ സിജീലിൽ രേഖപ്പെടുത്തിക്കോ. എവിടെയാണ് സിജീൽ? നരകം എന്ന് പറയുന്ന ആ നരകത്തിലേക്ക് പോകുവാൻ അല്ലാഹു നിശ്ചയിച്ച ആളുകളുടെ രേഖയിൽ നീ പേര് ചേർത്തിക്കോ. അങ്ങനെ ആ പേര് ചേർത്തി അവൻ കബറിലെത്തിക്കഴിഞ്ഞാലോ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനെ സഹോദരങ്ങളെ റസൂൽ പറയാണെന്ന്, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫിൽ ഗദാത്തി വൽ അശീ, രാവിലെയും വൈകുന്നേരവും നിങ്ങളെ സ്ഥലം ആ മലക്കുകൾ കാണിച്ചു തരും. പരലോകത്ത് നരകത്തിലാണെങ്കിൽ നരകം കാണിച്ചു തരും, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലെ സ്ഥലം കാണിച്ചു തരും. ഫയുഖാലു എന്നൊരു മലക്കുകൾ പറയും, ഹാദാ മഖഅദുക, ഇത് നീ റിസർവേഷൻ ചെയ്ത സ്ഥലമാണ്. ഇത് കണ്ടുകൊണ്ട് കിടക്കുന്നൊരവസ്ഥ, ഉയർത്തെഴുന്നേൽപ്പിനാളിൽ ഭീകരമായ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ. അവിടെ സഹോദരങ്ങളെ ഒരു ജാല സൂര്യന്റെ ചുവട്ടില് പാപത്തിന്റെ തോതനുസരിച്ച് ഒരു കാലിന്മേ നൂറുകണക്കിന് കാലുകൾ ചവിട്ടിക്കൊണ്ട് വിഷമിക്കുന്നൊരവസ്ഥാവിശേഷം വരാനുണ്ട്. മാത്രമല്ല അവരെ നമുക്ക് അർശിന്റെ തണൽ ലഭിക്കുന്നത് ലഭിക്കുകയില്ല. ഇത്തരക്കാർക്ക് റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് ഉണ്ടാകും, ഇത്തരക്കാർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വരലുകളിൽ ഗന്ധമേറ്റുവാങ്ങി ഹൗദുൽ കൗസർ എന്ന പാനീയം കുടിച്ച് അർശിന്റെ തണലിൽ നിന്ന് ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്ന് ശുഹദാക്കൾ, അമ്പിയാക്കൾ, സ്വാലികൾ, സജ്ജനങ്ങൾ പോയ സ്വർഗത്തിലെത്തണോ? അതല്ലാതെ ഇടതുകയിൽ ഗന്ധം കിട്ടി കരഞ്ഞ് വിലപിച്ച് ചങ്ങയിൽ ബന്ധിച്ച് കത്തിച്ചെടുക്കുന്ന നരകത്തിലേക്ക് എറിഞ്ഞ് കാലാകാലം ആ നരകാഗ്നിയെ വേദന അനുഭവിക്കുന്ന നിർഭാഗ്യവാന്മാരിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമുക്ക് വിജയിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ അവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അവരക്കാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഈ പ്രമാണത്തെ മുൻഗാമികളായ സ്വഹാബികളും താബികളും തബഅത്താബികളും ഉൾക്കൊണ്ട പോലെ ഉൾക്കൊണ്ട് മരിച്ചു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിൽ നൽകണേ തമ്പുരാനെ. അവരെ വ്യത്യസ്തമായ അനാചാരങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ ദീനിൽ പുതുതായി പലതും കെട്ടിയുണ്ടാക്കി ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സംസാരം ഈ ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, അതുപോലെ തന്നെ അവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഇങ്ങനെ ഒരു മുസ്ലിമിനോടുള്ള ബന്ധം പോലും മുറിക്കുവാൻ, യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിലുള്ള മാനസികമായ ഐക്യത്തെ പോലും തകർക്കുവാൻ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഗൗരവമേറിയ വാക്കുകളെ നാം മുഖവിലക്കെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈമാനികമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കുന്ന തൗഫീഖ് അള്ളാഹു തരുമാറാകട്ടെ. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കിടയിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാദാ, ശക്തമായ വരൾച്ചയും ഉഷ്ണവും വേനലുമാണ് പടച്ചവനെ ഇവിടെയുള്ളത്. നാക്കാലികൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കൃഷിയിടങ്ങൾക്കും എല്ലാം ജലമില്ലാത്തതിൻ്റെ പേരിൽ, മഴയില്ലാത്തതിൻ്റെ പേരിൽ വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്നു. നിന്റെ സമൃദ്ധമായ മഴ ഉപകാരപ്രദമായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ ഇടമഴയായി നൽകണേ തമ്പുരാന്. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്റെ ശക്തമായ മഴ നൽകണേ തമ്പുരാന്. ഞങ്ങൾ നീ അതുവഴി അനുഗ്രഹിക്കണേ തമ്പുരാന്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.